ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങി എണീറ്റു. നേരത്തെ എണീറ്റ് പറയുന്നല്ല കേട്ടോ, ഇന്നൊരു ഓണപ്പരിപാടി ഉണ്ട് ഇവിടെ. എങ്ങനെയാണ് കേട്ടോ, ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഡിസംബർ വരെ ഇങ്ങനെ എല്ലാ സൺഡേസിലും ഇതുപോലെ ഓണപ്പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇന്ന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് KL45 ഇരിങ്ങാലക്കുടയുടെ ഉണ്ട്, പിന്നെ കുന്നംകുളത്തിൻ്റെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഇരിങ്ങാലക്കുടയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പോണത് കുന്നംകുളത്തിൻ്റെ ആണ്. അപ്പോൾ അതേ പോകാൻ വേണ്ടിയിട്ടാട്ടോ നേരത്തെ ഇറങ്ങി എണീറ്റത്. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടും കേട്ടോ മുഖത്ത്. നമുക്ക് പുറത്തുനിന്നൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. എലോവേര, കേട്, തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മുഖത്ത് വയ്ക്കും. ചേട്ടനുള്ള ചായ ആട്ടോ വെച്ചേക്കണേ. ഞാനാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചായ കുടിക്കൽ അങ്ങോട്ട് നിർത്തി. പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കുടിക്കുന്നതല്ലാണ്ട് വീട്ടിൽ വെച്ചിട്ടുള്ള ചായ കൂടി ഉണ്ടല്ലോ നമ്മൾ രാവിലെ വൈകിട്ട്, അതങ്ങോട്ട് നിർത്തി കേട്ടോ. അങ്ങനെ ചേട്ടൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ചേട്ടനാണെങ്കിൽ കാറൊന്ന് വാഷ് ചെയ്യണം. ഇന്നലെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ദേ അതിന് വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിനി റെഡി ആവാൻ പോവാണ് കേട്ടോ. ചേട്ടൻ വരുമ്പോഴേക്ക് റെഡി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11:30ക്കാണ് കേട്ടോ അവിടെ ഇന്നത്തെ ഓണപ്പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. കുർത്തിയും പാൻറ്റും ഒരു സെറ്റാണ്. അപ്പോൾ അതേ അതിന് മാച്ചായിട്ട് ഈ കമ്മലിടാന്നാണ് കേട്ടോ വിചാരിക്കണേ. ഇത് കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ മാക്സിന്ന്. ഇനിയിപ്പോൾ പോണ സമയത്ത് ഈ കമ്മലൊക്കെ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ അത് മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഗെറ്റ് റെഡി വിത്ത് മീ പോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത് വാങ്ങിച്ചൊക്കെ കഴിയുമ്പോൾ എന്തായാലും അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതേ പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ടോ. ചേട്ടൻ പോയി കാറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ കണ്ടില്ലേ, നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇന്നത്തെ അപ്പോൾ കുന്നംകുളത്തിൻ്റെ ഓണപ്പരിപാടി നടക്കുന്നത് അജ്മാലിലാണ് കേട്ടോ. കുന്നോളം പൊന്നോളം എന്നാട്ടോ പരിപാടിയുടെ പേര്. അപ്പോൾ അവിടുത്തെ ഉമ്മൽ മൊയ്മി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വുമൺസ് അസോസിയേഷൻ ഹാളാണ് കേട്ടോ അവിടുത്തെ. അവിടെ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതിൽ സമയം കൊടുത്തേക്കുന്നത് 11 മണിക്ക് തുടങ്ങുന്നതാണ്. പക്ഷെ അറിയാമല്ലോ, ആളുകളൊക്കെ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് 1-2 പേരും കൂടി ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവരെ കാറിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിന്ന് ഇത്ര ലേറ്റ് ആയത്. തൊട്ട് ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോണത്. സൈഡിലായിട്ട് ദുബായ് എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വഴി വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു വീഡിയോ കിട്ടും. അങ്ങനെ ഈ അജ്മാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണപ്പരിപാടി നടക്കണ ആ സ്ഥലത്ത് എത്തുമ്പോൾ കാണാം കേട്ടോ ഇനി.
അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഉമ്മൽ മൊയ്മി എന്ന് പറയുന്ന ആ സ്ഥലത്തെ വുമൻസ് അസോസിയേഷൻ ഹാള്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം. ഞങ്ങളിവിടെ എത്തിയത് കുറച്ച് ലേറ്റായിട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടണില്ല. ഒരു റൗണ്ടൊക്കെ കറങ്ങി വന്നു, എന്നിട്ട് സ്ഥലം കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ലാസ്റ്റ് റോഡിൻ്റെ അപ്പുറത്ത് ഒരു പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ കടന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും ദേ ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് എന്തായാലും എടുക്കുമല്ലോ നമ്മൾ വ്ളോഗിന് വേണ്ടിയിട്ട്. അതൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട്. ഞങ്ങൾക്ക് അറിയണവരായിട്ട് ഇവിടെ ആരുമില്ല. കുന്നംകുളമൊക്കെ ആകുമ്പോൾ ചേട്ടനൊക്കെ അറിയണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെയാണെങ്കിൽ കുന്നംകുളമെന്നൊന്നും ആരും പറയണമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട്, ഇതന്നെയല്ലേ ഞങ്ങളിനി വന്ന പരിപാടി, ചെറുതായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് തെറ്റിയതാണ് കേട്ടോ. ഇതാണെങ്കിൽ ഷാർജയിലുള്ള സാന്ത്വനം ടീമിൻ്റെ ഓണപരിപാടിയായിരുന്നു. ഒരു ഹാളിൽ തന്നെ 2 ഭാഗത്തായിട്ട് നമുക്ക് ആർക്കായാലും തെറ്റല്ലോ. ഞങ്ങളാണെങ്കിൽ ആ തിരക്കിൽ ഓടി വന്ന് കയറിയിരുന്നത് ഈ പരിപാടി ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്തേക്ക് കടന്നപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കുന്നംകുളത്തിൻ്റെ പരിപാടി നടക്കുന്നത്. കണി അകത്തേക്ക് കയറുമ്പോൾ എന്നെ കയ്യിലൊരു ബാഡ്ജൊക്കെ കെട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻട്രി ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് അകത്ത് കയറിയപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോഹിനിയാട്ടം, ഭരതനാട്യം അതൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രോഗ്രാം മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ വേണ്ടി ഈ സദ്യക്ക് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട്. അകത്തേക്ക് വന്ന് കയറിയപ്പോൾ എന്നെ 1-2 അറിയണവരൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. വന്ന് കയറുമ്പോൾ എന്നെ എങ്ങനെയാണ് ഫുഡ് കഴിക്കണ ക്യൂവിൽ തന്നെ പോയി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് 1-2 പേരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഈ സദ്യ വയ്ക്കാൻ വേണ്ടി ഇരുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഫുഡ് എന്നൊക്കെ നോക്കുക. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സദ്യയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വന്നു പരിപാടിയൊക്കെ കാണാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ചെണ്ടമേളൊക്കെ ആയിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഘോഷയാത്ര ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് അകലെ നിന്നിട്ടാട്ടോ വീഡിയോ എടുത്തത്. എവിടെയാണോ നിന്ന് അവിടെ നിന്ന് വീഡിയോ എടുത്തു. അപ്പം എനിക്ക് തീരെ കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ അതേ ഫ്രണ്ടിൽ വന്ന് നിന്ന് വീഡിയോ എടുത്തു. അപ്പോഴാട്ടോ ശരിക്കും കിട്ടിയത്. ആരൊക്കെയാണ് വരണമെന്ന് അപ്പോഴാണ് കണ്ടത്.
അപ്പോൾ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഒരു അറബിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ആളുടെ പേര് കറക്റ്റ് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആൾ സ്പോൺസേഴ്സിനൊക്കെ ഒരു മൊമെൻ്റ് കൊടുക്കണ ഒരു സമയമാണ്. അപ്പോൾ എല്ലാ സ്പോൺസേഴ്സിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് കൊടുത്തവരെ. അപ്പോൾ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്നും അവർ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. Launch Automobile. Launch Automobiles, Mr. Vineet, getting memento from our chief guest. Golden Workshop Car Repairing. Al Naja Packaging. അങ്ങനെ മൊമെൻ്റോ കൊടുക്കലും ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനിയെന്ന് ചോദിച്ചാൽ അതേ ഈ MHR എന്ന് പറയുന്ന ഈ ഒരു റാപ്പ് സോങ് ടീമിൻ്റെ പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കൊടുക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് വീഴും, അതാണ് കൊടുക്കാത്തത്. ഇവിടെ ആണെങ്കിൽ ഇത് ഫുള്ള് പിന്നെ ഡാൻസൊക്കെയാണ്. ഞങ്ങളാണെങ്കിൽ 5 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് കേട്ടോ പ്ലാൻ. 5 മണിയായപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കിലല്ലോ ഓടി വന്നത്. സദ്യയൊക്കെ കഴിച്ചിറങ്ങിയോണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആണെങ്കിൽ അതേ വില്ലയുടെ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അൽക്കൂസ് സ്പോൺ പാർക്ക്. എനിക്ക് നടക്കാൻ വരുന്ന ആ ഒരു പാർക്ക് കാണിക്കാറില്ലേ, ഇതാണ് കേട്ടോ. വൈകിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ റൂമിലെത്തിയപ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചല്ലേ, ഞങ്ങൾക്ക് ചെറുതായി വീട്ടിൽ വെച്ച് തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അതേ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ഡിയേഴ്സ്.